ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാ കോപ്പിക്കോപ്പന്മാർക്കും സാദര പ്രണാമം. ഈ ഇടയായിട്ട് ഒരുപാട് ആളുകൾക്ക് സംശയ ചോദ്യം ഉണ്ടായിരുന്നു. അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏത് വഴിപാട് ചെയ്താലാണ് വിട്ടുമാറാത്ത ഈ കടബാധ്യതയിൽ നിന്നൊരു മോചനം ഉണ്ടാവുക? അങ്ങനെയില്ല, ഒരു വഴിപാടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ ഭഗവാനെ അങ്ങോട്ട് മനസ്സിൽ ധ്യാനിച്ച് ഭഗവാനെ അങ്ങോട്ട് മനസ്സിൽ പ്രതിഷ്ഠിക്കുക. എന്നിട്ട് നമ്മുടെ ഏതാഗ്രഹം പറഞ്ഞാലും അത് ഒന്നും പറയണ്ട. ശരിക്ക് എല്ലാം ഭഗവാൻ അറിയാം. ഭഗവാനല്ലേ ഇതിനെല്ലാം പിന്നിൽ. അറിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടാവോ? ഒന്നുമില്ല. എന്നാലും നമ്മൾ ആ ഭഗവാന്റെ അടുത്ത് പോയിട്ട് നന്നായിട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. എല്ലാം അങ്ങോട്ട് ഭഗവാൻ നടത്തി തരും. ഭഗവാനെ മറക്കാതിരിക്കുക. ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു നിമിഷം പോലും ഭഗവാന് ഇല്ലാത്തൊരു ടൈം ഉണ്ടാവരുത്. സത്യസമയം നമ്മുടെ മനസ്സിൽ ആ ഭഗവാനോടൊരു എന്താ പറയുക, അങ്ങനെ ഏത് സമയത്തും നമ്മൾ എന്തിനിറങ്ങുമ്പോഴും ഭഗവാൻ നമ്മുടെ മുന്നിൽ ഉണ്ട്. ഭഗവാന്റെ അടുത്തൊന്ന് പറഞ്ഞിട്ട് ഇന്ന കാര്യം ചെയ്യുന്നു ഭഗവാനെ, എല്ലാം അവിടുത്തെ ഇച്ഛ പോലെ നടത്തി തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണം. ആ ഭഗവാൻ നമ്മളെ ഒരിക്കലും കൈവിടില്ല. ഒരു ആപത്തിൽ നിന്ന് നമ്മളങ്ങനെ ഏത് ആപത്തിൽ പെട്ടാലും അതിൽ നിന്നൊരു മുന്നൊരുക്കം, നമുക്ക് ഒരു രക്ഷ ഭഗവാന്റെ ഒരു അദൃശ്യകരം നമ്മൾക്ക് ഉണ്ടാവും. തീർച്ചയാണ്. അല്ലെങ്കിൽ ഇനി മുതലൊന്ന് നോക്കൂ, ഭഗവാന്റെ അടുത്ത് എന്നും നമ്മൾ പ്രാർത്ഥിച്ച് ഭഗവാനെ എൻ്റെ നാമം ജപിച്ചിട്ട് അങ്ങനെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. സദാസമയത്ത് ജപിക്കാൻ പറ്റുന്ന നാമമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. അത് നമ്മൾ ജപിക്കുമ്പോൾ ഒരിക്കലും അതിനൊരു അയിത്തം ഉണ്ടാവില്ല. അത് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ജപിക്കാവുന്നതാണ്. അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് നമ്മുടെ മനസ്സിലില്ല ആ ഭഗവാൻ അങ്ങോട്ട് എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാൻ ഉണ്ടാവും. അങ്ങനത്തെ ആ ഭഗവാൻ അങ്ങനെ തെളിഞ്ഞ് വരും. ഓരോ നാമജപം നമ്മൾ അങ്ങനെ ജപിക്കുന്ന നാമങ്ങളുടെ എണ്ണം കൂടി വരുന്ന സമയത്ത്, അപ്പോൾ അങ്ങനെ നമ്മൾ നാമമൊക്കെ ജപിച്ച് ഗുരുവായൂർ പോയിട്ട് നമ്മളൊരു ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക. ഞാൻ എല്ലാ മാസവും ഭഗവാന്റെ അരികത്ത് വരാം. ഭഗവാനെ ഒരു പാൽപ്പായസം 6 മാസം ഞാൻ മുടങ്ങാതെ നടത്താം. ഞാനിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കടബാധ്യതയിൽ നിന്നൊരു മോചനം നൽകി രക്ഷിക്കണേ എന്ന് ഭഗവാന്റെ അടുത്ത് അപേക്ഷിക്കുക. ഭഗവാൻ തീർച്ചയായിട്ടും രക്ഷിക്കും. അങ്ങനെ മാസത്തിൽ ഒരു നിശ്ചിത ടൈം വയ്ക്കുക. ഇന്ന ഡേറ്റ് മുതൽ ഇത്ര ഡേറ്റിനുള്ളിൽ നമ്മൾ അവിടെ പോയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ആ പാൽപ്പായസം കഴിപ്പിക്കാം. ആദ്യത്തെ പാൽപ്പായസം കഴിപ്പിക്കുന്ന സമയത്ത് ആ പ്രസാദം വാങ്ങിക്കാതിരിക്കുക. എന്നാൽ 2ാമത്തെ മാസം മുതൽ കഴിപ്പിക്കുന്ന പാൽപ്പായസം വാങ്ങിക്കാം. അങ്ങനെ ആ പാൽപ്പായസമൊക്കെ 6 മാസം അടുപ്പിച്ച് നമ്മൾ പാൽപ്പായസം കഴിപ്പിക്കണം. ഭഗവാന് ഇഷ്ടപ്പെട്ട വെണ്ണ, അങ്ങനെ വെണ്ണയും പാൽപ്പായസം കഴിപ്പിക്കാം. എന്നിട്ട് ഭഗവാനെ തൊഴുതൊക്കെ നമ്മളിങ്ങനെ വരുന്ന സമയത്ത് അവിടെ താമരക്കണ്ണൻ്റെ കണ്ടിട്ട് എല്ലാവരും തൊഴാറുണ്ട്, വെണ്ണ കഴിക്കുന്ന താമരക്കണ്ണൻ. എന്നാൽ ഇനി മുതൽ താമരക്കണ്ണന് മാത്രമല്ല, ആ താമരക്കണ്ണൻ ഇരിക്കുന്നത് ഒരു കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ട് താമരപ്പൂവിലിരുന്നിട്ടാണ് വെണ്ണ കഴിക്കുന്നത്.
ആ സന്തോഷത്തോടെ വെണ്ണ കഴിക്കുന്ന താമരക്കണ്ണനെ നോക്കിയിട്ട് കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നിട്ട് താമരപ്പൂവിലിരുന്നിട്ട് വെണ്ണ കഴിക്കുന്ന താമരക്കണ്ണൻ അതിങ്ങനെ മനസ്സിലേക്ക് പ്രതിഷ്ഠിക്കുക. ആ രൂപം കണ്ടിട്ട് ആ കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാൽ എന്താ, സ്വർണം, വൈഡൂര്യം, മരതക്കം, അങ്ങനെ മുത്തുകളൊക്കെ പഴങ്ങളിങ്ങനെ പൊഴിയുന്ന എല്ലാ സമ്പദ് സമൃദ്ധിയും ഐശ്വര്യം തരുന്ന ആ കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ട് താമരക്കണ്ണൻ അങ്ങനെ സന്തോഷത്തോടെ വെണ്ണ കഴിക്കുകയാണ്. താമരപ്പൂവിലിരുന്നിട്ട് ആ സന്തോഷരൂപം അങ്ങോട്ട് മനസ്സിൽ പ്രതിഷ്ഠിക്കുക. ആ കുസൃതി നിറഞ്ഞൊരു പുഞ്ചിരിയും കൂടല്ല, ആ കണ്ണനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് അവിടെ നിന്നിട്ട് തന്നെ ആ ചതുരശ്ശേരി ഗോപാലനെ നോക്കി ചതുരശ്ശേരി ഗോപാല മന്ത്രം ജപിക്കുക. ആ 4 അക്ഷരമില്ല മന്ത്രം, ഓം ക്ലീം കൃഷ്ണ ക്ലീം. അത് ചെറിയൊരു മന്ത്രം, എന്നാൽ അത് കഴിയുന്നത്ര ആ ഭഗവാനെ നോക്കിയിട്ട് അവിടെ നിന്ന് ജപിക്കുക. പിന്നെ അവിടെ അധിക സമയത്ത് അങ്ങനെ നിൽക്കാൻ പറ്റില്ല, എന്നാൽ പുറത്തോ ആ ശിവേലി നടക്കുന്ന സ്ഥലത്തോ ഇരുന്നിട്ട് ആ നമ്മളവിടെ കണ്ട ആ കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ട് താമരപ്പൂവിലിരുന്നിട്ട് വെണ്ണ കഴിക്കുന്ന ആ കണ്ണനുണ്ണിയെ മനസ്സിലങ്ങോട്ട് ധ്യാനിച്ചിട്ട് ആ മന്ത്രം ചൊല്ലുക, ഓം ക്ലീം കൃഷ്ണ ക്ലീം. അങ്ങനെ അത്രയും സമയം നമുക്ക് ഇരിക്കുക, എത്രത്തോളം സമയം നമുക്ക് അവിടെ ഇരുന്ന് ജപിക്കാൻ സാധിക്കുമോ അത്രയും അവിടെ ഇരുന്നിട്ട് ജപിക്കുക. പിന്നെ നമ്മൾ വീട്ടിൽ പോയതിന് ശേഷം നമുക്ക് കഴിയുന്ന സമയത്ത്, അതായത് പുലർച്ചെയോ രാവിലെയോ അങ്ങനെ ഏത് സമയമാണോ നമ്മൾ ജപിക്കുന്നതെങ്കിൽ ആ ഭഗവാന്റെ രൂപം കൊണ്ട് മനസ്സിൽ ധ്യാനിക്കുക. കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ട് വെണ്ണ കഴിക്കുകയാണ്. താമരപ്പൂവിൽ അങ്ങനെ ഇരുന്നിട്ട് വെണ്ണ കഴിച്ച് കുസൃതി നിറഞ്ഞ ആ ഉണ്ണിക്കണ്ണനെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ചിട്ട് ഈ മന്ത്രമൊക്കെ ചൊല്ലുക. അക്ഷരലക്ഷം ജപിക്കണമെന്നാ. അങ്ങനെ ഓരോ ദിവസം 1008 ചെറിയ മന്ത്രമല്ലേ, എത്ര വേണമെങ്കിൽ ജപിക്കാം കുറച്ച് ടൈമിനുള്ളിൽ. അങ്ങനെ അതിനായിട്ടൊരു സമയം മാറ്റി വെച്ചിട്ട് ആ രൂപം മനസ്സിൽ ധ്യാനിച്ചിട്ട് അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ജപിച്ചതിന് ശേഷം ഓരോ ദിവസവും നമുക്ക് കഴിയുന്നത്ര ജപിക്കുക. അങ്ങനെ ജപിച്ചിട്ട് അങ്ങനെ ഈ മാസത്തിൽ ഭഗവാന്റെ അടുത്ത് പോവുകയും വേണം. അങ്ങനെ പോയതിന് ശേഷം വീണ്ടും വന്നിട്ട് ജപിക്കുക. അങ്ങനെ ജപിച്ച് നമ്മൾ ശരിക്കൊരു 41 ദിവസത്തിന് ഉള്ളിൽ തന്നെ ഓരോ മാറ്റങ്ങൾ നമുക്ക് അനുഭവപ്പെടും. ഭഗവാന്റെ ആ ഒരു നമ്മളെ അങ്ങോട്ട് ഭഗവാൻ ഏറ്റെടുക്കും. കാരണം ഒരു ബാധ്യതയില്ലാതെ നമ്മുടെ പടിപടിയായിട്ട് ഓരോന്ന് നമ്മളങ്ങോട്ട് രക്ഷപ്പെടുത്തി തരും. ഉജ്ജന്മത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ദുരിതത്തിൻ്റെ ഫലമായിട്ടായിരിക്കും ഈ ജന്മത്തിൽ നമ്മൾക്ക് അങ്ങനത്തെ ഒരു കടബാധ്യത ഇങ്ങനെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മുടെ ഈ ഭഗവാനോട് അടുക്കും തോറും ഭഗവാൻ നമ്മളെ അങ്ങോട്ട് ഏറ്റെടുക്കുന്നതാണ്. ഓരോ ദുരിതത്തിൽ നിന്നും നമ്മുടെ അങ്ങനെ ഭഗവാൻ എന്തായാലും ഇങ്ങനെ കൈപിടിച്ച് കയറ്റും, ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഇനിയെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കൂ. ആ ഭഗവാന്റെ അടുത്ത് നമ്മൾ എത്രത്തോളം അടുക്കുന്നു, നമ്മൾ ഒരടി മുൻപോട്ട് വയ്ക്കുമ്പോൾ ഭഗവാൻ 1000 അടി നമ്മുടെ അടുത്തേക്ക് അടുക്കുന്ന പറയുക. അതുകൊണ്ട് നമ്മൾ ഭഗവാനെ കൈവിടാതിരിക്കുക. ഗുരുവായൂർ കഴിയുന്ന സമയത്തൊക്കെ പോവുക. മാസത്തിൽ ഒരു തവണ ഇല്ല കേട്ടോ, എത്ര വേണമെങ്കിൽ നമുക്ക് കഴിയുന്നത്ര പോവാം. 2 3 തവണ ഒക്കെ പോവാം. ഞാൻ അങ്ങനെ മാസത്തിൽ എത്ര വേണമെങ്കിലും പോവും. എനിക്ക് ഓരോ അവസരം കിട്ടുന്നതിന് അതിനനുസരിച്ച് ഞാൻ എപ്പോൾ വേണമെങ്കിലും പോവും. എത്ര പോയാലും മതി വരില്ല. അവിടെ അങ്ങോട്ട് ഇരുന്ന് ഭഗവാനെ കണ്ട് തൊഴുതു ആ പരിസരം വിട്ട് പോരാനേ നമ്മൾക്ക് തോന്നില്ല. എത്ര കണ്ടാലും മതി വരാത്ത രൂപം ഉണ്ണിക്കണ്ണൻ്റെ ആ ദിവ്യരൂപം കണ്ടിട്ട് അവിടെ നിന്ന് പോരാൻ ഒരിക്കലും
ഒരിക്കലും നമ്മൾക്ക് സാധിക്കില്ല അല്ലേ. വരുന്ന സമയത്ത് വല്ലാത്തൊരു വിഷമവും സങ്കടവും എന്താ അറിയില്ല. തിരിച്ചു പോരുമ്പോഴാണ് ആ വിഷമം. അങ്ങോട്ട് വരാനേ തോന്നില്ല, അവിടെ തന്നെ ഇരിക്കാനാ തോന്നുക അല്ലേ. അങ്ങനെ ഉള്ള ഭഗവാന്റെ അടുത്ത് പോയിട്ട് എത്ര വേണമെങ്കിലും പോവാം, എല്ലാവരും പോവുക. ഗുരുവായൂർ പോവാണ്ടിരിക്കരുത്. ആ ചൈതന്യ രൂപം കണ്ടിട്ട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കാം. കണ്ണൻ കൈവിടില്ല. നമ്മുടെ ഉണ്ണിക്കണ്ണൻ, ആ കുസൃതി നിറഞ്ഞ ഉണ്ണിക്കണ്ണൻ ഒരിക്കലും നമ്മളെ കൈവിടില്ല, നമ്മുടെ കൂടെ ഉണ്ടാവും. ഭഗവാനല്ലാതെ ആരാ നമ്മൾക്ക്? ഭഗവാനാണ് എല്ലാത്തിനും. ഭഗവാനുടെ മേതെ വേറെ ഒന്നുമില്ല. ആ ഭഗവാന്റെ പാദങ്ങളിൽ നമ്മൾക്ക് എപ്പോഴും രാധാറാണിയുടെയും ഭഗവാന്റെയും പാദങ്ങളിൽ നമുക്ക് ഭക്തി നൽകാം. ഭഗവാന്റെ അടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഭക്തിയാണ് നമുക്ക് വേണ്ടത്. ഭക്തി നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും എല്ലാവർക്കും ഭഗവാനോട് ഭക്തി നൽകാൻ ഭഗവാന്റെ അടുത്ത് അപേക്ഷിക്കണം. ആ ഭഗവാൻ നമ്മുടെ എല്ലാ കാര്യവും നടത്തിത്തരും ഉറപ്പായിട്ടും. ഒരു 41 ദിവസത്തിനുള്ളിൽ തന്നെ ഓരോ മാറ്റം നമുക്കുണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തല്ലെങ്കിൽ പോലും വേറൊരു കരം നമ്മളെ ആ ദുരിതത്തിൽ നിന്നും ഒരു മോചനത്തിനായിട്ടൊരു അവസരങ്ങൾ നമ്മൾക്കുണ്ടാവും. അങ്ങനെ പടിപടിയായിട്ട് ഭഗവാൻ നമ്മളെ ആ ദുരിതക്കയത്തിൽ നിന്നും കരകയറ്റും. തീർച്ചയാണ് എല്ലാ കടബാധ്യതയും മാറി ഐശ്വര്യപൂർണമായൊരു ജീവിതം ഭഗവാൻ നമ്മൾക്ക് നൽകും. സന്തോഷപൂർണമായ ആ ജീവിതത്തിനായി ഭക്തി നമ്മൾക്ക് ഏറ്റവും പ്രധാനമാണ്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണം.